السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിലെ 4ാമത്തെ സുദിനത്തിലാണ് നാം ഏവരും നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെയും നമ്മുടെ സൽക്രമങ്ങളെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പിഴവുകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പിനിയിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. കാരുണ്യവാനായ അല്ലാഹു അവന്റെ കാരുണ്യം ചൊരിയുന്ന പവിത്രമായ റഹ്മത്തിന്റെ പത്തിലാണ് നാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളാകുന്ന നമ്മളോട് ഓരോരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ ചൊല്ലിപ്പഠിപ്പിച്ചതാകുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം നാം ഏവരും ഈ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഉടനെ അല്ലാഹുവിനോട് ദുആഇന് ശേഷം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, കാരുണ്യക്കടലായ അല്ലാഹ്, എനിക്ക് നീ കാരുണ്യം ചൊരിയണേ നാഥ. കാരുണ്യക്കടലായ അല്ലാഹുവേ, എനിക്ക് നീ കാരുണ്യം ചൊരിയണേ നാഥ എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാ മുഅ്മിനീങ്ങളുടെയും ചുണ്ടുകളിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാകുന്ന ഒരു ചോദ്യമാണ്. കാരണം പരിശുദ്ധമായ ഈ റമദാനിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കാരുണ്യം ചൊരിയുന്നതാകുന്ന സമയമാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അവ്വലുഹു റഹ്മത്തുൻ, പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ 10 കാരുണ്യത്തിന്റെ 10ആണ്. അതുകൊണ്ട് വിശ്വാസി സമൂഹം മുഴുവനും റമദാനിന്റെ തുടക്കം എന്ന നിലയ്ക്ക് ജനങ്ങളിലേക്ക് കാരുണ്യം ചൊരിയുന്നതാകുന്ന വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എന്നുവേണ്ട ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും കാരുണ്യം ചൊരിയുന്നതാകുന്ന മാസമാണ് ഈ പരിശുദ്ധമായ റമദാൻ മാസം. അതിന്റെ ഈ ആദ്യത്തെ 10 ദിനാവുകൾ എല്ലാ ജീവികളോടും കാരുണ്യമാണ് വിശുദ്ധ ഇസ്ലാം നൽകുന്ന സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് ചോദിക്കുന്ന വ്യക്തിയോട് പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ സൂക്തത്തിലെ ആദ്യത്തെ ആയത്ത് തന്നെ പഠിപ്പിക്കുന്നത് അല്ലാഹു കാരുണ്യവാനും കരുണാമയനുമെന്നാണ്. ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം. പരിശുദ്ധമായ ഖുർആനിലെ ആദ്യത്തെ വചനവും അതാണ്. പരിശുദ്ധമായ ഖുർആനിലെ അവസാനത്തെ സൂക്തത്തിന്റെ തുടക്കത്തിൽ വചനവും അത് തന്നെയാണ്. അഥവാ 114 സൂക്തങ്ങളിൽ 113 സൂക്തങ്ങൾ കൊണ്ട് തുടങ്ങുന്നതും ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം. അല്ലാഹു ആരാണ് എന്നുള്ളത് ലോകവിശ്വാസികൾക്കും അവിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും എന്ന് വേണ്ട, വിശുദ്ധമായ ഖുർആനിനെ ആരൊരുവന് പഠനവിധേയമാക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ഒരേപോലെ പഠിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി മുഖേന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു കരുണാമയനാണ്, അവൻ കാരുണ്യവാനാണ്. അവൻ ഈ ലോകത്ത് വിഭാവനം ചെയ്യുന്നത് കരുണയാണ് എന്നുള്ളത് ഈ ഒരൊറ്റ ആയത്തിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദേശം നൽകുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടത് മുത്തനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ആ പ്രവാചകരെ കുറിച്ചും വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, കാരുണ്യത്തിന്റെ തിരുദൂതനായിട്ടല്ലാതെ ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല. അഥവാ പ്രവാചകനും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എന്ന് വേണ്ട എല്ലാവർക്കും കരുണയോട് വർത്തിക്കുന്നവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണല്ലോ വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ആ ഖുർആൻ അല്ലാഹു എന്ത് സന്ദേശമാണ് ഈ ലോകത്തിന് നൽകുന്നത്. ഖുർആൻ നൽകുന്ന സന്ദേശം അത് സമാധാനമാണ്, അത് ശാന്തിയാണ്, അത് ലോകർക്ക് വിഭാവനം ചെയ്യുന്നത് പരിപൂർണമായ റഹ്മത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത് പരിപൂർണമായ രോഗശമനവും പരിപൂർണമായ ജനങ്ങൾക്ക് കാരുണ്യവുമായിട്ടാണ്, വിശ്വാസികൾക്ക് കരുണയുമായിട്ടാണ്, പരിപൂർണമായ വിശ്വാസികൾക്ക് കരുണയുമായിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നാം ഏവരും മനസ്സിലാക്കണം ഇസ്ലാമിനെ പറ്റി, ലോക മുസ്ലിമീങ്ങളെ പറ്റി, ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന
ജീവിക്കുന്നതാകുന്ന ഈ സമയത്ത്, ഈ സന്ദർഭത്തിൽ വിശുദ്ധമായ ഖുർആൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് എന്ന സന്ദേശമാണ്. അള്ളാഹു കാരുണ്യവാനാണെന്ന് മാത്രമല്ല, അവർ ഈ ലോകത്തേക്ക് ജനങ്ങളെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച പരിശുദ്ധ പ്രവാചകൻ തന്നെ കാരുണ്യത്തിന്റെ തിരുദൂതനാണ്. ആ പ്രവാചകന് നൽകപ്പെട്ടതാകുന്ന ലോക പ്രശസ്ത ഗ്രന്ഥം ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തെങ്കിലും ഇല്ലാതിരിക്കുകയില്ല. അത്തരത്തിൽ ജനങ്ങളുടെ ഹൃദയത്തെ മാറ്റിമറിക്കാൻ ഉപയുക്തമായ, അവരെ സംസ്കാരത്തിന്റെ പാന്താവിലേക്ക് നയിച്ചതാകുന്ന വിശുദ്ധമായ ഖുർആൻ തന്നെ ലോകത്തിന് നൽകുന്ന, വിഭാവനം ചെയ്യുന്ന സന്ദേശം അത് പരിപൂർണമായി കാരുണ്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളാകുന്ന നമ്മളോട് പ്രവാചകന്റെ അധ്യാപനവും അത് തന്നെയാണ്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഈ റമദാനിന്റെ 4ാമത്തെ സുദിനത്തിൽ നിങ്ങളോട് ഏവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ലോകത്തുള്ള എല്ലാവരോടും, വിശ്വാസികളെന്നില്ല അവിശ്വാസികളെന്നില്ല ജീവജാലങ്ങളെന്നില്ല, എല്ലാവരോടും നിങ്ങൾ കാരുണ്യത്തോട് വർത്തിക്കാൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നതാണ് എന്ന പ്രവാചകന്റെ ഈ അധ്യാപനം ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റൊലി സൃഷ്ടിക്കുന്നതാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ധാരാളം സുഹൃതങ്ങൾ ചെയ്യാൻ, പാവങ്ങളുടെ കണ്ണീരൊപ്പി, നിരാലംബർക്ക് അവലംബമായി, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്ത് ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ, അവരുടെ വിഷമത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിലൂടെ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.